ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്തായി ഒരു ബെൽ ഐക്കണും വരുന്നതായിരിക്കും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് എനേബിൾ ചെയ്തിടുക. സോ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഡെയിലി ഒരുപാട് ഫോർവേഡ് മെസ്സേജുകൾ കിട്ടാറുണ്ട്. നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് അയക്കുന്ന ഫോർവേഡ് മെസ്സേജുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ടാവും, ഇമേജസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോസ് ഇമേജസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് കാണും. അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജുകളാണെങ്കിൽ, ലോങ് മെസ്സേജുകൾ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വായിക്കുക പോലുമില്ല. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം പ്രസ് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ കിട്ടുന്ന ഫോർവേഡ് മെസ്സേജുകൾ അത് സത്യമാണോ അല്ലേ, അതിലെന്തെങ്കിലും നുണയുണ്ടോ, അത് ഉള്ള കാര്യങ്ങൾ തന്നെയാണോ എന്നൊന്നും അറിയാതെ നിങ്ങൾ മറ്റൊരു ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. കുറച്ച് പ്രോബ്ലംസ് അല്ല, വളരെ വലിയ ഒരു കുറ്റകൃത്യം തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ മധ്യപ്രദേശിലുള്ള ഒരാളെ, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. വേറൊന്നുമല്ല, വാട്സപ്പിലൂടെ ഫേക്ക് മെസ്സേജുകൾ പ്രചരിപ്പിച്ചു, അതിന് കൂട്ടുനിന്നു എന്ന പേരിലാണ് ഈ ഒരു ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 5 മാസത്തേക്കാണ് ഇയാളെ ജയിലിലാണ്, 5 മാസം ജയിലിലാണ് ഇയാളിപ്പോൾ ഉള്ളത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇയാൾ നമ്മളെല്ലാവരെയും പോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിലേക്ക് വേറെ ആരോ ഒരു ഫേക്ക് ന്യൂസ് ഇട്ടു. അപ്പോൾ ആ ഒരു ഇട്ട സമയത്ത് ഇയാളായിരുന്നു അഡ്മിൻ. എന്നാൽ ആക്ച്വലി ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്ന സമയത്ത് ഈ ആളായിരുന്നില്ല അഡ്മിൻ. ഇയാൾക്ക് മുമ്പ് 2 പേരുണ്ടായിരുന്നു. അവർ ലെഫ്റ്റ് അടിച്ച് പോയപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇയാൾ അഡ്മിൻ ആയതാണ്. എന്നാൽ ഈ ഒരു അറസ്റ്റിലായ ഇയാൾ പോലും അറിഞ്ഞിട്ടില്ല അഡ്മിൻ ആയോ അല്ലയോ എന്ന്. അപ്പോൾ പോലീസുകാർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഫേക്ക് മെസ്സേജ് വന്ന സമയത്ത് ഇയാളായിരുന്നു അഡ്മിൻ. അപ്പോൾ ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്ത ആളെയും അറസ്റ്റ് ചെയ്തു, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഈ ഒരു അടുത്ത കാലത്ത് മറ്റൊരു ന്യൂസും കൂടി കേട്ടിട്ടുണ്ടാവും. അതായത് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്ന കാരണത്താൽ 2 പേരെ അടിച്ച് മർദ്ദിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നത് ആ ഒരു പ്രദേശത്ത് ഇങ്ങനെ വാട്സപ്പിലൂടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോർവേഡ് മെസ്സേജുകൾ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കടന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു 2 ആൾക്കാർ വന്ന സമയത്ത് ഇവരാണ് ആ ഒരു ആൾക്കാർ എന്ന് വിചാരിച്ച് ആൾക്കാർ എന്ത് ചെയ്തു, അവർ 2 പേരെയും അടിച്ച് ഫുള്ള് സീനാക്കി. അപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ കാരണം ഇത്തരത്തിൽ വാട്സപ്പിൽ വരുന്ന ഫേക്ക് മെസ്സേജുകളാണ്. ആക്ച്വലി ആൾക്കാർ കിട്ടുന്ന മെസ്സേജുകളൊക്കെ സത്യമാണെന്ന് അങ്ങ് വിചാരിക്കുകയാണ്. അവർ അതിൽ എന്തെങ്കിലും ശരിയുണ്ടോ തെറ്റുണ്ടോ ഒന്നും അവർ നോക്കുന്നില്ല. അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായ കാര്യങ്ങളൊക്കെ പതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫേക്ക് മെസ്സേജുകൾ പ്രചരിപ്പിക്കുന്നത് വളരെ വലിയൊരു തെറ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോർവേഡ് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക. അതൊന്നും അറിയാതെ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്താൽ അത് തെറ്റാണ്, നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ വാട്സപ്പ് കുറേ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരു വെളിച്ചത്തിൽ പറയുകയാണ്. നിങ്ങൾക്ക് ചില ടൈപ്പ് ഫോർവേഡ് മെസ്സേജുകൾ വരുന്നുണ്ടാവും. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ ഒരു മെസ്സേജ് 2 ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്താൽ അല്ലെങ്കിൽ 5 ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്താൽ നിങ്ങളുടെ ബാറ്ററി ചാർജ് ഫുള്ളാവും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് കാണാം, ഒരു കുട്ടി പിന്ന് മിഴുങ്ങി. അപ്പോൾ ആ ഒരു കുട്ടീനെ രക്ഷിക്കാൻ നിങ്ങൾ ഈ ഒരു ഫോർവേഡ് മെസ്സേജ് അല്ല ഈ ഒരു മെസ്സേജ് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണാം. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ഈ ഒരു മെസ്സേജ് 5 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ നാളെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കും അല്ലെങ്കിൽ അടുത്ത ദിവസം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജുകൾ തുരുതുരാ വരുന്നുണ്ടാവും. നിങ്ങളൊക്കെ അത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇപ്പോൾ ഒരു ബാറ്ററി ഫുള്ളാവുന്ന ഒരു മെസ്സേജ് എടുക്കുക. ആ ഒരു ബാറ്ററി ഫുള്ളാവുന്ന ആ ഒരു മെസ്സേജ് മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാറ്ററി ആരുടെയെങ്കിലും ഫുള്ളായിട്ടുണ്ടോ, അതിലെന്തെങ്കിലും ഒരു സത്യമുണ്ടോ, എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, ഈ ഒരു മെസ്സേജും നിങ്ങളുടെ ഫോണിലിരിക്കുന്ന ബാറ്ററിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അപ്പോൾ ഇതൊന്നും ചിന്തിക്കാണ്ട് വെറുതെ കിട്ടുന്ന മെസ്സേജുകൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ മൊബൈലിൽ ചാർജ് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇത്തരത്തിൽ കുറേ മെസ്സേജുകൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് കളിച്ചാൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ബാറ്ററി ഫുള്ളായി, പിന്നെ നമുക്ക് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല, ബാറ്ററി തന്നെ ഉപയോഗിക്കുന്ന കാര്യമില്ല.
ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലൊരു മെസ്സേജ് കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു കാര്യമില്ലാതെ വെറും പൊട്ടത്തരങ്ങൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും വാട്സപ്പ് തുടങ്ങുന്നത്. ആദ്യമായിട്ട് വാട്സപ്പിൽ അക്കൗണ്ട് തുടങ്ങുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ ഫോർവേഡ് ചെയ്യുന്നത്. ഈ ഒരു അടുത്തായിട്ട് കുറേയധികം വരുന്നൊരു ടൈപ്പ് മെസ്സേജുകളാണ്. അതായത് നിങ്ങൾ ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യണം, എന്നിട്ട് താഴെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും കുട്ടിയുടെയോ എന്തെങ്കിലും ആവശ്യമായി കിടക്കുന്ന ഏതെങ്കിലും ഒരാളുടെ ഫോട്ടോ ഉണ്ടാവും. ഈ ഒരു മെസ്സേജ് നിങ്ങൾ 5 ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യണം. നിങ്ങൾ ഒരു പ്രാവശ്യം ഫോർവേഡ് ചെയ്താൽ ഈ ഒരാൾക്ക് 1 രൂപ കിട്ടുമെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. കാരണം വാട്സപ്പ് എന്ന കമ്പനി ആർക്കും മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതിലൂടെ പൈസ കൊടുക്കില്ല. വാട്സപ്പിന് നമ്മളൊരു മെസ്സേജ് ഫോർവേഡ് കൊടുക്കുന്ന സമയത്ത് വാട്സപ്പ് ഒരിക്കലും നമുക്ക് പൈസ തരത്തില്ല. അത് പൊട്ടത്തരാണ്. ഞാനൊരു മനസ്സിലാക്കിയെടുത്തോളം ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഏരിയയിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ പറ്റി അപ്പോൾ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ധനസഹായത്തിനോ ഒക്കെ ആയിട്ട് അവരുടെ ആൾക്കാർ, തൊട്ടടുത്തുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യും. അപ്പോൾ ആ ഒരു എന്താ പറയുക, അത്യാവശ്യം പൈസ എല്ലാം കിട്ടി അവരത് സെറ്റിലാവും. ഓക്കെ, അതിനുശേഷം ഈ ഒരു മെസ്സേജ് അവിടെ കിടക്കുകയാണ്. ഈ ഒരു മെസ്സേജ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കിടക്കുകയാണ്. ഏകദേശം വാട്സപ്പ് തുടങ്ങുന്ന ആ സമയത്ത് ഉണ്ടാക്കിയ മെസ്സേജുകളൊക്കെയാണ് ഈ അടുത്ത് കടന്ന് കളിക്കുന്നത്. എനിക്ക് ഇന്നലെയും കൂടി ഇത്തരത്തിലൊരു മെസ്സേജ് കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള നുണയായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് തെറ്റാണ്. IT ആക്ട് പ്രകാരം നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഭാവിയിൽ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അവസാനം കണ്ടുപിടിച്ച് വരുമ്പോൾ നിങ്ങൾ ഈ അടുത്ത് തന്നെ ചിന്തിച്ചാൽ അറിയാം, ഏതൊരു കുട്ടി മീൻ വിൽക്കുന്നു പറഞ്ഞിട്ട് ആ ഒരു വൈറലായത് ഒരു സ്റ്റുഡൻറ്റ്. ഓക്കെ, അത് വൈറലായത് ആക്ച്വലി സോഷ്യൽ മീഡിയ കാരണം തന്നെയാണ്. എന്നിട്ടിപ്പോൾ ആ കുട്ടി കേസ് കൊടുത്തിരിക്കുകയാണ്. ആ കുട്ടിയെ അപമാനിക്കുന്ന അത്തരത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതൊരിക്കലും ആവർത്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ അത് പ്രശ്നം ആയി വരും. അതുപോലെ തന്നെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഇത്തരത്തിൽ ഫോർവേഡ് മെസ്സേജുകൾ വരികയാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുക. അതിനുശേഷം മറ്റൊരു ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹപൂർവ്വം.